അതിനെതിരെ പറഞ്ഞത് അത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. ഡോക്ടർ ഹിജാസ് റഹീം ബിനൂത്ത പറഞ്ഞത് ബിഗ് ഷൗട്ട് ഔട്ട് ഹിജാസ് റഹീം. കാരണം വലിയൊരു ഇഷ്യൂ ആണ്. അതിനെതിരെ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം വുമന്റിന് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആണുങ്ങൾക്ക് എന്തുകൊണ്ട് ഓർഗനൈസേഷൻ ആയിക്കൂടാ? അല്ല ഗൈസ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഗൈസ്. എങ്ങനെയുണ്ട് നമുക്കൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്താലോ? മെൻസ് അസോസിയേഷൻ, മെൻസിന് വേണ്ടി ഈ ഫെമിനിസ്റ്റ് അസോസിയേഷൻ എല്ലാം ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് വേണ്ടി, അതേപോലെ മെൻസ് അസോസിയേഷൻ. കാരണം എത്രയോ ഇപ്പൊ സെലിബ്രിറ്റികൾക്ക് തന്നെ, ഇപ്പൊ സെലിബ്രിറ്റികളല്ലാത്തവരോ പോട്ടെ, സെലിബ്രിറ്റികൾ ഇങ്ങനത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പൈസ ഉള്ളതുകൊണ്ട് അവർ പിടിച്ചു വെക്കും, മനസ്സിലായി? എന്തെങ്കിലല്ലോ ഇതാക്കി ഇങ്ങനെ ഫേക്ക് കേസ് വന്നാലും എന്തെങ്കിലും എല്ലാവരും മുന്നോട്ട് പോകും. സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത സാധാരണക്കാരെ അവസ്ഥ ആലോചിച്ച് നോക്കിയത്. ഒരു സാധാരണക്കാരന് ഒരു പെണ്ണ് വന്നിട്ട് അക്യൂസ് ചെയ്യുന്നത്, ഞാൻ ഇവൻ എന്നെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇവൻ എന്നെ എന്തെങ്കിലും അപമാനിച്ചു എന്തെങ്കിലും പറഞ്ഞിട്ട് കേസ് കൊടുത്ത അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ സെലിബ്രിറ്റികൾക്ക് പോലും ഇത്രയും പ്രശ്നം വരുന്നത്. അപ്പൊ ഈ സാധാരണക്കാരന്റെ അവസ്ഥ ആലോചിച്ചൊക്കെ മൊത്തം ബാങ്ക്രപ്റ്റ് ആയി പോകും, അവന്റെ മൊത്തം സമ്പാദ്യം പോകും ഈ കേസും ഇതും നടത്തിയിട്ടും ഈ നഷ്ടപരിഹാരത്തിന്റെ ഇതിനും, മനസ്സിലാവും? അപ്പൊ ഒരു ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. കാര്യം നേരത്തെ തുടങ്ങാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട എന്തോ സംഭവങ്ങളായതല്ല ആര് ഈ മെൻസ് ഓർഗനൈസേഷൻ ഒക്കെ. കാരണം ഏറ്റവും കൂടുതൽ കുറ്റങ്ങളും ഇതും ചെയ്യണത് ആണുങ്ങളാണ്. അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഇടയ്ക്ക് വന്നിട്ട് ഇത് തുടങ്ങാനൊക്കെ എന്തോ തീരുമാനിച്ച് പിന്നെ ഇത് ഫ്ലോപ്പായി പോയ ഒരു സംഭവം. ഇതിന് ആരൊക്കെ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? മീൻസ് ആണുങ്ങളെ ഏറ്റവും കൂടുതൽ അന്ന് എങ്ങനെ എന്തൊക്കെയോ ഇതുണ്ടായിരുന്നു, ഇവൻ പറയുന്ന അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം.